ഹായ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ രീതിയിലൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ചേർക്കാം. അത് നന്നായിട്ട് മസാല അതിൻ്റെ മേലെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ചെമ്മീന് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് നമുക്ക് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ചെമ്മീനിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളം വറ്റുമ്പോഴേക്കും ചെമ്മീൻ നന്നായിട്ട് വേവും കേട്ടോ. ഇതിലുള്ള മസാലയൊക്കെ ഒന്ന് മീനിൽ ശരിക്ക് പിടിച്ച് തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് അങ്ങോട്ട് ആയി വരണം. നമുക്ക് ഇനി ഒന്നുകൂടെ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമ്മൾ സിമ്മിലിട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് നമുക്ക് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു 6-7 ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് അരച്ച് ചേർക്കാനുള്ളതാണ് കേട്ടോ. ഇത് വഴറ്റിയെടുക്കുമ്പോഴേ എണ്ണ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീനൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ നമ്മളിവിടെ എടുത്തത് 500 ഗ്രാം ചെമ്മീനാണ്. അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴന്ന് വരുന്ന ഈ സമയം കൊണ്ട് നമുക്ക് മാറ്റി വെച്ച ചെറുള്ളി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. 2 തക്കാളി ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ചേർത്തത്. ഇനി 2 തക്കാളി നമ്മൾ ജ്യൂസാക്കിയിട്ടും ചേർക്കേണ്ടതുണ്ട്. ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, നമ്മൾ 2 തക്കാളിയുടെ ജ്യൂസാക്കി വെച്ചിരുന്നു, അതും കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ മാറ്റി വെച്ച ചെമ്മീൻ ഫ്രൈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം. ഇനി ഇത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ ഒന്ന് സ്കിപ്പായി പോയി എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.